ഞാനേ 2 ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോഴത്തെ ഡിജിറ്റൽ സേവ് ദ ഡേറ്റ് വീഡിയോൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാമെന്ന്. സോ നമുക്കതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഒന്ന് കണ്ടാലോ? നമ്മൾ ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കളേർഡ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, കുറേ സോളിഡ് കളേഴ്സൊക്കെ. അതൊക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിളാണ്. അത് നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ സോളിഡ് ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില സ്ലൈഡ്സിൽ ഇതുപോലെ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. കുറേ ഹാർട്ടും സ്ട്രൈപ്ഡ് ലൈൻസ് ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ കളേഴ്സൊക്കെ നമുക്ക് വേറെ രീതിക്കും ക്യാപ് കട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ എളുപ്പത്തിന് വേണ്ടി ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ വേഗം ഡൗൺലോഡ് ചെയ്തെടുക്കും എല്ലാം ഒരുമിച്ച്. ഈ ഹാർട്ടൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വീഡിയോസും നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്കതിൽ ക്യാപ് കട്ടിൽ മൂവ്മെൻറ്റ്സ് കൊടുക്കാനും പറ്റും. അങ്ങനെ ആവശ്യത്തിനുള്ളതൊക്കെ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇനി നമുക്ക് ആപ്പിലേക്ക് പോവാം. നമ്മൾ യൂഷ്വലി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇൻപുട്ട് ചെയ്തിട്ടല്ലേ കൊടുക്കുക. ആ വീഡിയോക്ക് പകരം നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് ഡ്യൂറേഷൻ കൊടുക്കുക. ഇതൊക്കെ മേ ബി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവും, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ വേറെ ആപ്സിൽ കൊടുക്കുന്ന പോലെ തന്നെ സോങ് നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ഫോട്ടോസില്ലേ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് റിമൂവ് ചെയ്യാം. നോർമൽ ഫോട്ടോസിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പീസും ഞാൻ എടുക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെക്കും. ശരിക്കും അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും തോന്നുന്നുണ്ട്. നമുക്ക് ക്യാപ് കട്ടിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പാട്ടിൻ്റെ ഓരോ ബീറ്റ്സിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോക്കും ഒരു ഫ്ലോ കിട്ടും. ഞാൻ യൂഷ്വലി എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ് VN യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ക്യാപ് കട്ടായിരിക്കും ബെറ്റർ. കാരണം നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ടിനായാലും അതിന് എഫക്റ്റ് കൊടുക്കാനും അതുപോലെ ആനിമേഷൻസ്, ഇതൊന്നും നമുക്ക് VNൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. നല്ല നല്ല ഓപ്ഷൻസ്, നല്ല ഫോൺസും അതുപോലെ നല്ല ആനിമേഷൻസൊന്നും ഒരുപാടൊന്നും നമുക്ക് VNൽ അവൈലബിൾ അല്ല. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഈ ഡിജിറ്റൽ സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ ഇല്ലേ, നമ്മൾ കൂടുതലും ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സാണ് കൊടുക്കുക. അപ്പോൾ ആ സോങ്ങിനനുസരിച്ച്, ആ സോങ്ങിൻ്റെ ഓരോ ബീറ്റ്സിനനുസരിച്ചും ഈ വീഡിയോയിൽ മൂവ്മെൻറ്റ്സ് വരും. അപ്പോൾ ഈ വീഡിയോയും സോങ് ഒരുമിച്ച് പോകുമ്പോൾ നല്ലൊരു ഫ്ലോ ആയിരിക്കും നമുക്ക് കാണാൻ. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലും ഞാനൊരു സോങ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്ലിപ്പ് ചെയ്ത് അതുപോലെ തന്നെ സെക്കൻഡ് ക്ലിപ്പും ചെയ്തെടുക്കാം. ജസ്റ്റ് 1.5 സെക്കൻഡ്സ് ഒക്കെ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ വരും. നമുക്ക് അത്രേ അത് കാണിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അത് ആ സോങ്ങുമായിട്ടൊരു സിങ്ക് വരില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ചെയ്തപ്പം ഏതോ ഒരു ക്ലിപ്പിൽ ഇതുപോലെ 2 ഹാർട്ട് അടുത്തോട്ട് വരുന്ന രീതിക്ക് ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയോ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഈ ഹാർട്ട് എങ്ങനെയാണ് കൊടുത്തത്, ഇത് നമ്മൾ ക്യാപ് കട്ടിൽ തന്നെ അവൈലബിൾ ആണോ അല്ലെങ്കിൽ വേറെ രീതിക്ക് എങ്ങാണ്ട് കൊടുത്തതാണോ എന്നൊക്കെ. ആക്ച്വലി അത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇതുപോലെ ഹാർട്ടിൻ്റെ ഒരു ഡൂഡിൽ ഡൗൺലോഡ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ നോർമലി ഫോട്ടോസ് കൊടുക്കുന്ന പോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു, എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇതിലേക്ക്. എന്നിട്ട് രണ്ടിനും ആനിമേഷൻ കൊടുത്തു. നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത പോലെ തന്നെ സോങ്ങിനനുസരിച്ച് ആ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനും കൂടെ സെറ്റ് ചെയ്യാം. ഇതിൽ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഓവർലേ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓവർലേ യൂസ് ചെയ്തിട്ട് ഈ ഹാർട്ടും ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഹാർട്ടിന് ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഹാർട്ടിൻ്റെ സ്റ്റിക്കർ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ലേ, നമുക്കത് അല്ലാതെ ക്യാപ് കട്ടിലെ സ്റ്റിക്കേഴ്സിലും അവൈലബിൾ ആണ്. ഇങ്ങനത്തെ സിമിലർ മോഡൽസൊക്കെ നമുക്ക് അതിലും സെർച്ച് ചെയ്താലും കിട്ടും. നമുക്ക് വേണ്ട പൊസിഷൻ അനുസരിച്ചിട്ട് ആ ഹാർട്ടിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ ഹാർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് അതിനും കൂടെ ആനിമേഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആനിമേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പം നല്ല ഭംഗിയാവും കാണാൻ. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴേ ചില ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോസിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ ആഡ് ചെയ്യുമ്പം ആ ക്ലിപ്പിനനുസരിച്ച് ക്ലിപ്പിൻ്റെ അതേ ഡ്യൂറേഷൻ കൊടുക്കാണ്ട് ഒരു 0.2 കൂട്ടി കൊടുക്കും. അപ്പം നമ്മൾ പുതിയൊരു ക്ലിപ്പ് വരുമ്പം പഴയ ക്ലിപ്പിലുണ്ടായിരുന്ന അതേ ഫോട്ടോ അല്ലെങ്കിൽ അതേ എലമെൻറ്റ് പുതിയ ക്ലിപ്പിലും കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ മൂവ്മെൻറ്റ് ഒരുമിച്ച് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തത് ഓവർലേ യൂസ് ചെയ്തിട്ടാണ്. ഓവർലേ പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുക. ഞാൻ ചില വീഡിയോസിൽ മാത്രമേ ഫോട്ടോയ്ക്ക് ആനിമേഷൻ കൊടുക്കാറുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഒരു ബോറായി പോകും. ചില ഫോട്ടോസിനൊക്കെ ആനിമേഷൻ കൊടുത്താൽ എന്നാൽ ചിലതിന് മാച്ച് ആവാറുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോയിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഗ്രൂമിൻ്റെ പേരും അതുപോലെ ഗ്രൂം എന്ന് എഴുതിയതൊക്കെ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബ്രൈഡിൻ്റെ ക്ലിപ്പും കൂടെ സെറ്റ് ചെയ്യാം. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലിപ്പാണ്. എനിക്ക് കൂടുതൽ പേരും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഇതെങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് കൊടുക്കുന്നത്, ഫോട്ടോസിന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്നൊക്കെ. ഇത് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ മുന്നേ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ലേ, സ്ട്രൈപ്സ് വരുന്നതും അതുപോലെ ഹാർട്ടൊക്കെ വരുന്നത്, അത് നമ്മളെടുത്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ആ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അതിന് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് എത്ര ഡ്യൂറേഷനിൽ ആ ക്ലിപ്പ് വേണോ അതെടുത്തതിന് ശേഷം രണ്ടെൻഡിലും കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ അടുത്ത് കേഴ്സർ വെച്ചതിന് ശേഷം നമുക്ക് ഏത് രീതിക്കാണോ ആ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ രീതിക്ക് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. റൊട്ടേറ്റ് ചെയ്യുക, അതിന് നമുക്ക് ഏതൊക്കെ മൂമെൻറ്റ്സ് ആണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ സൂം ഇൻ ആണെങ്കിൽ അത്, സൂം ഔട്ട് ആണെങ്കിൽ അത്, ഇല്ലെങ്കിൽ റൊട്ടേഷൻ ആണെങ്കിൽ അത്, നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ കീ ഫ്രെയിമിൻ്റെ യൂസേജ് എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞൂടായിരുന്നു. ഞാനിതുപോലെ കീ ഫ്രെയിംസൊക്കെ കാണും, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്കതിൻ്റെ യൂസേജ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഈ ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത് യൂസ് ചെയ്തതും ഇതെങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്നൊക്കെ പഠിച്ചത്. ചിലപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ എല്ലാവർക്കും അറിയുന്നതാവട്ടോ, ബേസിക് കാര്യങ്ങളാവും, എന്തോ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. നമ്മളില്ലേ ഇവരെ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പം ഫോട്ടോസിന് പെട്ടെന്ന് നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്താൽ നന്നാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ എടുത്ത് വെക്കാറുണ്ടെന്ന്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു 0.2 വരെ കളർ ഫോട്ടോ കൊടുക്കുക, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെയും കളർ, അത് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം ഒരുമിച്ച് മൂവ്മെൻറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പെട്ടെന്ന് ഫോട്ടോസ് മൂവ് ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ ഓവർലേ ആഡ് ചെയ്തിട്ട് ആ ഓവർലേൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്താൽ മതി. മില്ലി സെക്കൻഡ് മാത്രം കൊടുത്താൽ മതി ഓരോ ഫോട്ടോക്കും. മുന്നത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ റൊട്ടേഷൻ ആയിരുന്നു കൊടുത്തത്, ഇതിൽ ഞാൻ സൂം ഇനും സൂം ഔട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ സ്ക്രീൻ തൊട്ടിട്ട് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്തു, പിന്നെ അപ്പോൾ ഇങ്ങനൊരു എഫക്റ്റ് കിട്ടി. ഇതും നമ്മൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത പോലെ തന്നെ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അല്ലാണ്ട് വീഡിയോസും അവൈലബിൾ ആട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ട പോലെ ഓരോ ഹാർട്ടായിട്ട് ഇങ്ങനെ സൂം ഇൻ ചെയ്ത് അങ്ങനെ പോകുന്നതുണ്ട്. എന്തോ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് നല്ലതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഈ ഫോട്ടോ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കേഴ്സ്. ഇതിൽ നമുക്ക് നമ്മളെ ഫോട്ടോസും വേണമെങ്കിൽ സ്റ്റിക്കേഴ്സായിട്ട് ആഡ് ചെയ്യാം. നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ്
നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിക്കേഴ്സിനും ഈ പറഞ്ഞ പോലെ ഡ്യൂറേഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ആനിമേഷൻസ്. സത്യം പറഞ്ഞാൽ ക്യാപ്കട്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ക്യാപ്കട്ടിൽ ചെയ്യാൻ പറ്റും. എനിക്കതൊന്നും പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സോളിഡ് കളേഴ്സ് ആഡ് ചെയ്ത പോലെ തന്നെ പിന്നെയും ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 1 സെക്കൻഡൊക്കെ ആയിരുന്നു മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പം 0.2 സെക്കൻഡൊക്കെ കൊടുക്കുക. കുറഞ്ഞ ഡ്യൂറേഷനിൽ കൊടുത്തു കഴിയുമ്പം നമ്മൾ ഒരുപാട് കളേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ 0.2 സെറ്റ് ചെയ്ത് കൊടുത്താൽ സോങ്ങിനനുസരിച്ചിട്ട് ഈ കളറും മൂവ് ചെയ്യും. അപ്പം നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ബീറ്റിനനുസരിച്ചിട്ട് ഈ കളേഴ്സും ഇതുപോലെ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ കളേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ മില്ലി സെക്കൻഡ് കൊണ്ടൊക്കെ കളേഴ്സ് ചേഞ്ച് ആവുന്ന ഓവർലേയ്സൊക്കെ പിൻട്രസ്റ്റിലുണ്ട്. നമ്മളിപ്പോൾ ഈ ക്ലിപ്പിൻ്റെ കളേഴ്സ് സെറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കപ്പിളിൻ്റെ ഫോട്ടോസും നമ്മൾ ആഡ് ചെയ്തിട്ട് ആദ്യം കളർ ഫോട്ടോ കൊടുക്കുക, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെയും കളറ്, പിന്നെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പം മില്ലി സെക്കൻഡിൽ ഇതും ചേഞ്ച് ആവും. അപ്പോൾ രണ്ടും കൂടെ നല്ല സിങ്ക് ആവും. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി ടെക്സ്റ്റും ഡേറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനലായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്. ചില വീഡിയോസിൽ ഇതുപോലെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡസ്റ്റ് കാണാൻ പറ്റും വീഡിയോയിൽ. അത് നമ്മൾ പിൻട്രസ്റ്റിൽ ഡസ്റ്റി ഓവർലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടും. ഇതുപോലെ വൈറ്റ് ഡോട്ട്സും ലൈൻസൊക്കെ വരുന്നത്. അത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓവർലേ കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ സ്പ്ലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ബ്ലാക്ക് കളർ റിമൂവ് ആയി കിട്ടും. ഞാൻ മുന്നേ ചെയ്ത വർക്കിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഈ വീഡിയോയിൽ. എന്തോ സോങ്ങിനനുസരിച്ചിട്ടൊരു ഫ്ലോ വന്നിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്.